വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത് എന്ന്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വചനങ്ങൾ വായിച്ചു കടന്നു പോകുമ്പോൾ തമ്പുരാൻ്റെ മുൻപിൽ, കുമ്പസാരക്കൂടിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളുമൊക്കെ മുട്ടുകുത്തുന്ന വലിയ ഒരനുഭവമാണ് ഈശോ നമുക്ക് തരിക. എൻ്റെ അനുരഞ്ജന കൂദാശയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധ വചനത്തിലൂടെ നാം വായിക്കുമ്പോൾ നമുക്ക് ഈശോ തരുന്നത്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും മാറി നീയും നിൻ്റെ യേശുവും മാത്രം കണ്ടുമുട്ടുന്ന വലിയ ഒരു നിമിഷം. യോഹന്നാൻ 8:9 ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. അടുത്ത വചനം, ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചുവെന്ന്. യേശുവിൻ്റെ മുൻപിൽ, കുമ്പസാരക്കൂടിൻ്റെ മുൻപിൽ നീയും നിൻ്റെ യേശുവും മാത്രം കണ്ടുമുട്ടുന്ന ജീവിതത്തിൻ്റെ അനിർവചനീയമായൊരു നിമിഷം. അവിടെ ഒരു ആൾക്കൂട്ടങ്ങളില്ല, ബഹളങ്ങളില്ല. നീയും നിൻ്റെ തമ്പുരാനും മാത്രമാണ്. അവിടെ ദൈവത്തിൻ്റെ തലോടൽ അനുഭവിക്കുന്ന വലിയ നിമിഷമാണത്. ദൈവത്തിൻ്റെ ക്ഷമ അനുഭവിക്കുന്ന നിമിഷം. യേശുവെന്ന കുമ്പസാരക്കാരൻ്റെ, യേശുവെന്ന കുമ്പസാരിപ്പിക്കുന്ന വലിയ പുരോഹിതൻ്റെ ദർശനം ലഭിക്കുന്ന, ആശ്വാസം ലഭിക്കുന്ന നിമിഷങ്ങളാണിത്. യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവർ കല്ലെറിഞ്ഞു കൊല്ലാൻ, മാനുഷികമായി വിധിക്കുവാൻ വേണ്ടി ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നതാ. ഈശോ ഒന്നും മിണ്ടാതെ നിലത്ത് ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ ഒരു വാക്കുപോലും പറയുന്നതായി നാം കേൾക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് അവൾ പറയുന്നില്ല. തന്നെ ന്യായീകരിച്ച് അവൾ സംസാരിക്കുന്നില്ല. മറിച്ച് ഏറ്റവും വലിയ വേദനയോടെ തമ്പുരാൻ്റെ കാൽപാദങ്ങൾ കിടക്കുന്ന ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട്. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ കുറ്റപ്പെടുത്തിയവരെക്കുറിച്ചോ വേദനകൾ തന്നവരെക്കുറിച്ചോ ഉള്ള പരാതികൾ അല്ല, അവൻ്റെ മുമ്പിൽ സ്വയം ഒന്ന് സമർപ്പിക്കുന്നതാണ്, സമ്മതിക്കുന്നതാണ് യഥാർത്ഥ കുമ്പസാരത്തിൻ്റെ ആശീർവാദമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അവളും ഈശോയും മാത്രമായപ്പോൾ ഈശോ അവൾക്കൊരു ക്ഷമ കൊടുക്കുകയാണ്. അവളും ഈശോയും മാത്രം തന്നെ നിൽക്കുമ്പോൾ ഈശോ അവൾക്ക് തൻ്റെ ആശ്വാസം പകരുകയാണ്. യോഹന്നാൻ 8:11 വചനം, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞില്ല കർത്താവേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. അവിടെ കുറ്റപ്പെടുത്തലുകളോ വഴക്കുകളോ പരിഹാസങ്ങളോ ഒന്നും നാം കാണുന്നില്ല. കുറ്റം ആരോപിക്കുന്നതായും നാം കാണുന്നില്ല. മറിച്ച് അവൻ കൈ നീട്ടി തഴുകി തലോടുന്ന ഒരനുഭവം ഈ വചനഭാഗത്ത് നാം കാണുന്നുണ്ട്. എൻ്റെ കുമ്പസാര വേളയിൽ ഞാനും സ്വന്തമാക്കേണ്ടത് ഇത് മാത്രമാണ്. നമ്മൾ തനിച്ചാണ്, നമ്മൾ മാത്രമാണ് ഈശോയുടെ പക്കലേക്ക് പോകേണ്ടത്. നമ്മുടെ കുമ്പസാര വേളയിൽ ഞാനും എൻ്റെ ഈശോയും മാത്രം നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ്.
ആരോപണങ്ങളോ ദുരാരോപണങ്ങളോ ഒന്നുമില്ലാത്ത അവൻ്റെ മുമ്പിൽ ന്യായീകരിക്കാതെ നിന്നു കൊടുക്കുമ്പോൾ കുമ്പസാരക്കൂട്ടിൻ്റെ ദൈവത്തിൽ നിന്നുള്ള പാപക്ഷമ ഈശോ നിനക്ക് തരും. കുമ്പസാരം കേൾക്കുന്ന ഈശോയ്ക്ക് വേണമെങ്കിൽ ഇവളെ ശിക്ഷിക്കാം. ആദ്യത്തെ കല്ല് എറിയാൻ അവകാശമുള്ള ഏക വ്യക്തി എന്ന് പറയുക ഈശോയാ. പക്ഷെ ഈശോ അവളെ കല്ലെറിയുന്നതായി നാം കാണുന്നില്ല. അവിടുന്ന് കരുണ കാണിച്ചുകൊണ്ട് തിരുത്തുവാനായിട്ട് അവളോട് ആവശ്യപ്പെടുകയാ, പാപം ചെയ്യരുത് എന്ന്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഏറ്റവും മാരകമായ 3 പാപങ്ങളെന്ന് പറയുക വ്യഭിചാരം, ദൈവനിന്ദ, വിഗ്രഹാരാധനയാണ്. ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന ജനസമൂഹമാണ് പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കുവാനായി യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരിക. യഹൂദനായ യേശുവിനും വ്യക്തമായി അറിയാം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഏറ്റവും മാരകമായ 3 പാപങ്ങളിൽ ഒന്നാണ് ഇവൾ ചെയ്തിരിക്കുന്നത് എന്ന്. ദൈവഛായയ്ക്കും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും എതിരായിട്ടുള്ള പാപമാണ് വ്യഭിചാരം എന്ന് പറയുക. കാരണം മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞാൽ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള വിശ്വസ്തമായ ബന്ധത്തിൻ്റെ പ്രതീകമാണ് വിവാഹം എന്ന് പറയുക. വ്യഭിചാരത്തോടെ വിവാഹബന്ധത്തിന് വിള്ളൽ വരുന്നു, വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് വലിയ മാരകമായ പാപമായി മാറുകയാണ്. പരിസരും നിയമജരുമൊക്കെ കുറ്റം വിധിക്കുന്ന ഒരവസ്ഥ. യേശുവിനെ പരീക്ഷിക്കാൻ ചോദിക്കുന്ന, അവിടത്തേക്ക് എതിരെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായി പാപിനിയായ സ്ത്രീയെ പരിസരും നിയമജരും കൊണ്ടുവരികയാണ്. നിൽക്കുന്നവരെ പലരും ഒരുപക്ഷെ അവളുമായി കിടക്ക പങ്കിട്ടിട്ടുള്ളവരാകാം. എന്നിട്ടും അവർ യേശുവിൻ്റെ പക്കലേക്ക് അവളെ കൊണ്ടുവന്നിട്ട് കുറ്റം വിധിക്കാനായിട്ട് ആക്രോശിച്ച് ആവശ്യപ്പെടുമ്പോൾ യേശുവിൻ്റെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ക്ഷമയുടെയും ഭാവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വന്ന എല്ലാ വ്യക്തികളും എതിർപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. മറുപക്ഷത്ത് ഈ പാപിനിയായ സ്ത്രീ മാത്രം നിൽക്കുന്നു. എതിർപക്ഷത്ത് അനേകം വരുന്ന വലിയ ഒരു ജനക്കൂട്ടം ഒറ്റയ്ക്ക് എതിർവശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഭാവം കണ്ടിട്ട് തെറ്റ് സമ്മതിച്ച് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന അവളോട് കൂടെ ചേരാൻ ഈശോ ആഗ്രഹിച്ചു. ഈശോ അവളുടെ പക്ഷം പിടിക്കുകയാണ് ഇവിടെ. ഈശോ എതിർപക്ഷത്തേക്കല്ല പോയത്. തനിച്ച് നിൽക്കുന്ന, തൻ്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തനിച്ച് നിൽക്കുന്ന അവളുടെ ചാരത്തേക്ക് പക്ഷം പിടിച്ച് ചേർന്ന് നിൽക്കുന്ന, വിധി കൽപ്പിക്കുന്ന ഒരു ഈശോയെ നാം ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരവസ്ഥയാണ് കുമ്പസാരക്കൂട്ടിൽ നമുക്കുണ്ടാവേണ്ടത്. നിന്റെ ജീവിതത്തിൽ നീ തനിച്ചു പോകേണ്ട സ്ഥലവും നീ ഏകയായി ചെല്ലേണ്ട സ്ഥലവും അവിടം തന്നെയാണ്. ഈശോയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഈശോ അവളോട് കൂടെ ചേരാൻ തീരുമാനിച്ച് അവളെ അനുഗ്രഹിച്ച് അവൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയാണ്. തീരെ കാരുണ്യം കാണിക്കുകയാണ്. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രയാസമേറിയ ഒരു വലിയ കാരുണ്യം ഈശോ കാണിക്കുന്നുണ്ട്. ഈശോയുടെ ഈ വലിയ കാരുണ്യം എന്ന് പറയുക നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴക്കടൽ എന്ന് പറയാം. കടലിൽ മുങ്ങിയിറങ്ങുമ്പോൾ അവിടെ മുങ്ങിപ്പോയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതുപോലെ ഈശോയുടെ സ്നേഹക്കടലിലേക്ക് ഈശോ നിൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ മുക്കി വയ്ക്കുന്ന ഒരു സ്ഥലമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ കുമ്പസാരത്തിൻ്റെ മേഖലയെന്ന് പറയുക. പരിശുദ്ധ പിതാവ് ദൈവത്തിൻ്റെ ഈ വലിയ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ നമുക്ക് സൂര്യനോട് ഉപമിക്കാം എന്നാണ് അദ്ദേഹം പറയുക. നാം ആകാശത്തേക്ക് നോക്കുന്നു, ധാരാളം നക്ഷത്രങ്ങളുണ്ട്. എന്നാൽ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആ നക്ഷത്രങ്ങളെ ഒന്നും നാം കാണുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യവും അങ്ങനെ തന്നെയാണ്. സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ പ്രകാശമാണ് ഈ കാരുണ്യമെന്ന് പറയുക. ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടല്ല നമ്മളോട് ക്ഷമിക്കുക. അവിടുന്ന് ഒരു തലോടൽ കൊണ്ട് പാപത്താൽ ഉണ്ടാക്കപ്പെട്ട മുറിവുകളിൽ തഴുകി തലോടി ക്ഷമിക്കുന്ന ഒരു ഈശോയെ കാണുന്നുണ്ട്. ശരീരത്തിലും മനസ്സിലും വേദനകളും മുറിവുകളും ദുഃഖങ്ങളും പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവളെ തഴുകി തലോടി ഈശോ മോചിപ്പിക്കുകയാണ്. ഈശോ അവൾക്ക് പാപമോചനം കൊടുക്കുകയാണ്. പാപമോചനത്തിലേക്ക് അവളെ ഉൾച്ചേർക്കുകയാണ്. രക്ഷ കൊടുത്ത് അവളെ സ്വന്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രക്ഷ, ഈ ഒരു ആശ്വാസം സ്വന്തമാക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുക എൻ്റെ പാപങ്ങളെ ഞാൻ അംഗീകരിക്കുക എന്നുള്ളതാ. ദൈവ തിരുമുമ്പിൽ ന്യായീകരണമില്ലാതെ അവൻ്റെ മുമ്പിൽ പോയി ഞാനൊന്ന് നിന്നു കൊടുത്താൽ അവൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. എൻ്റെ ദുരവസ്ഥയെ ഞാൻ അംഗീകരിക്കുമ്പോൾ യേശുവിൻ്റെ രക്ഷയുടെ തലോടലിന്, പാപമോചനത്തിന് തഴുകളിന്
അവിടുന്ന് നമ്മിലേക്ക് കടന്നു വരുന്ന, നമ്മിലേക്ക് ഒഴുക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ ഉറവ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ച കൂടിൻ്റെ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. നമ്മുടെ പാപങ്ങളുടെ സത്യത്തിൽ ഹൃദയം തുറക്കുമ്പോൾ മാത്രമേ കർത്താവ് നമ്മളെ രക്ഷിക്കുകയുള്ളൂ. അവിടെ നമ്മെ തന്നെ ന്യായീകരിച്ച കള്ളത്തരം കൊണ്ട് നല്ലവരാകാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ഈശോയുടെ കാരുണ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഈശോ ഈ കുമ്പസാരക്കൂട്ടിൽ നമ്മളോട് ചെയ്യുന്ന 3 വലിയ കാര്യങ്ങളെ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഫരിസേയൻ്റെ വീട്ടിലേക്ക് ഈശോ വിരുന്നിന് പോവുകയാണ്. അവിടുന്ന് അവനോടൊപ്പം വിരുന്ന് ഭക്ഷിക്കുമ്പോൾ ഈശോയുടെ അടുക്കലേക്ക് പാപിനിയായ ഒരു സ്ത്രീ കടന്നു വരുന്നത് നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവൾ 3 കാര്യങ്ങൾ ചെയ്യും. കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകും. തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കും. സുഗന്ധ തൈലം പൂശി അവൻ്റെ പാദത്തെ മനോഹരമാക്കും. 3 പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു പാപിനിയായ സ്ത്രീയെ നാം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 36 മുതൽ 50 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് രണ്ടും കുമ്പസാരത്തിൻ്റെ മഹനീയ ഫലങ്ങൾ നമുക്ക് വെച്ച് നീട്ടുന്ന വചനഭാഗങ്ങളാണ്. ഫരിസേയൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് ആതിഥ്യ മര്യാദ ചെയ്തു കൊടുക്കാത്ത ഒരു ഫരിസേയനെ, ഒരു വ്യക്തിയാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുക. ആതിഥ്യ മര്യാദയെക്കുറിച്ച് പറയുമ്പോൾ, യഹൂദർക്ക് ആതിഥ്യ മര്യാദയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ചില ചിട്ടവട്ടങ്ങളുള്ളതായി പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നടന്നു വരുന്ന അതിഥികൾക്ക് കാല് കഴുകുവാൻ കൊടുക്കുന്നത് വലിയ ആശ്വാസമാണ്. ചൂട് പിടിച്ചിരിക്കുന്ന തൻ്റെ കാലുകളിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ അത് വലിയ ആശ്വാസം പകരും. ആതിഥ്യ മര്യാദയിലൊന്ന് കാല് കഴുകാൻ വീട്ടിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഫരിസേയൻ അത് ചെയ്യുന്നില്ല. എന്നാൽ പാപിനിയായ സ്ത്രീ ഈശോയുടെ കാലുകളിലേക്ക് കണ്ണുനീരിൻ്റെ വെള്ളമൊഴിക്കുമ്പോൾ അവനൊരാശ്വാസം കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപങ്ങൾ ഈശോയോടങ്ങ് ഏറ്റുപറയുമ്പോൾ കണ്ണുനീരോടെ, ഒരു തുള്ളി കണ്ണുനീരോടെ ഈശോയുടെ പക്കൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവന് കിട്ടും ഒരു വലിയ ആശ്വാസം. അവൻ ആശ്വസിക്കും നിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ. എന്നിട്ടോ അവൻ നിൻ്റെ ഭവനത്തിലേക്ക്, നിൻ്റെ ഹൃദയത്തിലേക്ക് അതിഥിയായി കടന്നു വരുന്ന ഒരനുഭവം നിനക്ക് സ്വന്തമാക്കാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ യഹൂദർ ഈ മര്യാദ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഉൽപ്പത്തി 18:4 ഇങ്ങനെ നാം കാണുന്നുണ്ട്: കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ, ഈ മരത്തണലിരുന്ന് വിശ്രമിക്കുക എന്ന്. ഇത് പറഞ്ഞതാരെന്നോ? നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹമാണ് പറയുക. മാമ്രയുടെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ഇരിക്കുമ്പോൾ 3 ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരികയാണ്. കാണാൻ വരുമ്പോൾ അവരെ ആദ്യമേ തന്നെ ആതിഥ്യ മര്യാദ അനുസരിച്ച് കാല് കഴുകാൻ വെള്ളം കൊടുത്ത് സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട് വചനത്തിൽ. പാപം ചെയ്തു കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈശോ മാറിപ്പോവുകയാണ്. ഈ ഈശോയെ ഇനിയും നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, അതിഥിയായി അവനെ നിൻ്റെ കൂടെ ചേർക്കാൻ അവന് നീ ആദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. ആതിഥ്യ മര്യാദയായ കണ്ണുനീരുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ്റെ പാദങ്ങളെ ഒന്ന് കഴുകണം. പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂട്ടിൽ പാപത്തെ അംഗീകരിക്കുമ്പോൾ നീ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് ഒരിറ്റു കണ്ണുനീര്, ഒരു തുള്ളി കണ്ണുനീര് യേശുവിൻ്റെ പാദത്തിൽ വീഴിക്കാൻ നമുക്ക് പറ്റണം. അവിടെ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ തീരെ കാരുണ്യത്തിൻ്റെ അളവുകൾ. അവിടുന്ന് തീരെ കാരുണ്യം വാരിക്കോരി ചൊരിയാൻ പോവുകയാണ്. രണ്ടാമതോ, കുടുംബനാഥൻ തൻ്റെ ഭവനത്തിലേക്ക് അതിഥിയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ട് ഒരു സ്നേഹ ചുംബനം കൊടുക്കണം. അത് യഹൂദരുടെ മര്യാദയാണ്. ഇവിടെ ഫരിസേയൻ ഈശോയെ ചുംബിക്കുന്നില്ല. യഹൂദർ പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. അബ്സലോം
സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ പുസ്തകം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും അടുത്ത് വന്ന് വണങ്ങാൻ ഒരുമ്പെട്ടാൽ അവൻ കൈ നീട്ടി അവരെ പിടിച്ച് ചുംബിക്കുമെന്ന്. അടുത്ത് വരുന്ന വ്യക്തികളെ കൈ നീട്ടി അവരെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ഒരു അബ്ശലോമിനെ നമ്മൾ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പക്കൽ നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തോട് വിട പറഞ്ഞ് ഇനി ഒരിക്കലും പാപം ചെയ്യില്ലെന്ന് പറഞ്ഞ് മനസ്താപ പ്രകരണം നീ ഏറ്റു ചൊല്ലുമ്പോൾ ഈശോയെ നീ ചുംബിക്കുകയാണ്. നിന്റെ കുമ്പസാരക്കുട്ടിൽ നിന്ന് നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ അവൻ്റെ പാദങ്ങൾ കഴുകിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇനി ഒരിക്കലും പാപം ചെയ്യില്ല ഈശോയെ എന്ന് പറഞ്ഞ് മനസ്താപ പ്രകരണം നീ ഏറ്റുപറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഈശോയ്ക്കൊരു സ്നേഹ ചുംബനം കൊടുക്കുകയാ. അവനെ ജീവിതത്തിൽ അതിഥിയായി ഭവനത്തിൽ കയറ്റി ഇരുത്തിയ ഒരവസ്ഥയിലേക്ക് നീ മാറുകയാണ്. മൂന്നാമതായിട്ട്, വെയിലത്ത് കയറി വരുമ്പോൾ കുളിർമയും ഉന്മേഷവും പകരുവാനായിട്ട് ശിരസിൽ തൈലം പൂശുന്ന ഒരു പതിവ് അവർക്കുണ്ട്. വലിയ ഉന്മേഷം കൊടുക്കും ഭവനത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളുടെ ശിരസിൽ തൈലം പൂശുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നാം കാണുന്നു സങ്കീർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം, എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അങ്ങ് അഭിഷേകം ചെയ്യുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, കുംഭസാരത്തിൻ്റെ മൂന്നാമത്തെ വലിയ ഫലം എന്ന് പറയുക, വെയിലത്ത് കടന്നു വരുന്ന വ്യക്തികൾ കുളിർമയും ഉന്മേഷവും പകരുവാൻ തലയിൽ തൈലം പൂശുന്നത് പോലെ നീ അത്യന്തികമായി അവനെ സ്നേഹിക്കുമ്പോഴാണ് യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. സ്നേഹത്തിൻ്റെ തൈലം അവൻ്റെ പാദങ്ങളിൽ നീ പൂശണം. ഈ പാപിനിയായ സ്ത്രീ ഈ 3 കാര്യങ്ങളും ചെയ്തു. കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങളെ കഴുകി, തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങളെ തുടച്ച് സുഗന്ധ തൈലം അവൻ്റെ പാദങ്ങളിൽ പൂശിയപ്പോൾ എല്ലാവരും അവളെക്കുറിച്ച് പലതും പറഞ്ഞു. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 7:47 ഈശോ പറയുകയാ, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു. ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ അവളെക്കുറിച്ച് ഈശോ പറയുകയാ, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചിരിക്കുന്നുവെന്ന്. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നുവെന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സാന്നിധ്യം, ഈശോയെ അത്യന്തികമായി സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക്, ഈശോയുടെ കൂടെ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ഒരു തുള്ളി കണ്ണുനീര് അവൻ്റെ മുമ്പിൽ വീഴ്ത്തിയാൽ മതി. അത് സങ്കടങ്ങളെ ഓർത്തിട്ടല്ല, മറിച്ച് എൻ്റെ ഈശോയുടെ മുമ്പിൽ പാപം ചെയ്ത് അവരെ വേദനിപ്പിച്ചതോർത്ത്, വിശുദ്ധി നഷ്ടപ്പെടുത്തിയതോർത്ത് ഒരിറ്റ് കണ്ണുനീരോടെ നീ ഒന്ന് കുമ്പസാരിച്ചിട്ട് നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് തരും. എൻ്റെ അപൂർണതയിൽ പൂർണ്ണത തേടി ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതാണ് എൻ്റെ കുമ്പസാരം എന്ന് പറയുക. അപൂർണതകൾ, കുറവുകൾ, പോരായ്മകൾ, പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് സംഭവിക്കുമ്പോൾ ഇനി അതിനെ പൂർണ്ണതയുള്ളതാക്കി മാറ്റുവാൻ, കുറവുകളെ മാറ്റിയിട്ട് മികവുള്ളതാക്കി മാറ്റുവാൻ, വിടവുകളെ മാറ്റിയിട്ട് പുതിയതാക്കി മാറ്റാൻ ഒരു അഴിച്ചു പണിയൽ എൻ്റെ ആത്മാവിൽ നടത്താൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അഴിച്ചു പണിയൽ നടത്താൻ മറ്റൊരു വ്യക്തിക്കും പറ്റില്ല. അവിടുന്ന് അത് ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ കുമ്പസാരക്കൂടെന്ന് പറയുക. അവൻ്റെ കയ്യിലുണ്ട് അതിനുള്ള എല്ലാ ഔഷധങ്ങളും. കരുണയുടെ ഔഷധം അവിടുന്ന് നൽകും. വിടവുകളെ നികത്തിയിട്ട് പുതിയതാക്കി മാറ്റും എൻ്റെ ജീവിതത്തെ. അതിന് ഞാൻ അവൻ്റെ സന്നിധിയിലൊന്ന് നിന്നു കൊടുക്കണം. എൻ്റെ കയ്യിലുണ്ടാകേണ്ട വലിയ ഒരു ഇതുണ്ട്, തൈലമുണ്ട്, സ്നേഹം. ആ തൈലം തുളുമ്പിപ്പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ സൂക്ഷിക്കുമ്പോൾ എൻ്റെ ഈശോ അതിനുള്ള കൃപ എനിക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഈ ഫരിസയൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിന് ചെന്ന് അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു. സ്ത്രീയെക്കുറിച്ച് അവർ മോശമായിട്ട് പറഞ്ഞു. ഈശോ അവളെ ശ്ലാഘനീയമായി സംസാരിച്ചിട്ട് പിന്നെ ഒരു കാര്യം കാണുന്നുണ്ട്. വിരുന്ന് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അവളുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് പിന്നീട് ഒരിക്കലും ഈശോ ഇറങ്ങിപ്പോയില്ല. എൻ്റെ കുമ്പസാരത്തിൻ്റെ വേള എന്ന് പറയുക
ഫരിസേയൻ്റെ കുമ്പസാരം പോലെയല്ല. ഫരിസേയനും അവൻ്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു, പക്ഷേ ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ല. ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. കുമ്പസാരത്തിന് ഞാൻ അണയുമ്പോൾ എനിക്ക് പശ്ചാത്താപമില്ല എങ്കിൽ, എൻ്റെ തെറ്റുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ, എനിക്ക് ഈശോയോട് സ്നേഹമില്ല എങ്കിൽ, അനുതപിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ, ഫരിസേയൻ്റെ വീട്ടിൽ വിരുന്നിന് വന്ന ഈശോ ഇറങ്ങിപ്പോയതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഒരു കുമ്പസാരം കഴിഞ്ഞു. അടുത്ത നിമിഷം ഈശോയുടെ അനുഭവമൊന്നും എനിക്ക് കിട്ടില്ല. ഈശോ എന്നിൽ നിന്ന് അകന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ചെയ്തതുപോലെ കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഈശോ നിൻ്റെ കൂടെ ഇരിക്കും. ഈശോ നിൻ്റെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കും. ഈശോ നിന്നെ വിശുദ്ധിയുടെ പടവിലേക്ക് നയിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഏറെ സ്നേഹിച്ച അവളുടെ ജീവിതത്തിൽ ഈശോ നിത്യകാലം ഭരണം നടത്തി. ഈ വ്യക്തി മഗ്ദലന മറിയമെന്ന് നമ്മളെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നെങ്കിൽ, ഈശോയുടെ കല്ലറയെങ്കിലേക്ക് ആദ്യം പോയത് മഗ്ദലന മറിയം തന്നെയാണ്. ജൂലൈ 22 സഭയിൽ മഗ്ദലന മറിയത്തെ വിശുദ്ധിയായിട്ട് പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിത്യകാലം ഈശോ ഭരണം നടത്തി അവളുടെ ജീവിതത്തിൽ. അതുതന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അവളുടെ സ്നേഹം അവൾ പ്രകടമാക്കിയത് ചില അനുഷ്ഠാനത്തിലൂടെയാണ്. എന്നാൽ അവൾ ചെയ്ത ഓരോ കർമ്മത്തിലും അവളുടെ പ്രാണൻ അവൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൻ്റെ തന്നെ അവളുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരെടുത്തിട്ട് അവൾ ഈശോയുടെ പാദങ്ങളെ കഴുകിയത് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് കഴുകി കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് തൻ്റെ പ്രാണൻ ചേർത്ത് വെച്ചിട്ട് ഈശോയുടെ പാദം കഴുകിയതും തലമുടി കൊണ്ട് തുടച്ചതും തൈലം പൂശിയതുമെല്ലാം. ഞാനും നിങ്ങളുമൊക്കെ ഈശോയെ സ്നേഹിക്കുമ്പോൾ ഒത്തിരി അനുഷ്ഠാനങ്ങൾ ചെയ്യും. ചിലപ്പോൾ മണിക്കൂറുകൾ നമ്മൾ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ നന്മകൾ ചെയ്യും, ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിശാലമായ കൈകളുമായി പല വ്യക്തികളെയും അടുക്കലേക്ക് ഇറങ്ങിപ്പോകും. ചില വ്യക്തികളൊക്കെ ഒരുപാട് അനാഥ മന്ദിരങ്ങൾ സ്ഥാപിച്ച് ആളുകളെ ഒത്തിരി ശുശ്രൂഷിക്കുന്നുണ്ട്. ഒരുപാട് അനുഷ്ഠാനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികൾ അടുക്കൽ എല്ലാ ദിവസവും കുമ്പസാരിക്കുന്ന വ്യക്തികളും ഉണ്ടാകും. പക്ഷേ ഈശോ ഇന്ന് നമ്മളോട് പറയുകയാ, എന്തൊക്കെ ചെയ്താലും അതിൽ നിൻ്റെ പ്രാണൻ നീ ചേർത്ത് വെക്കണം, സ്നേഹം നീ ചേർത്ത് വെക്കണം, നിനക്കുള്ളതെടുത്ത് കൊടുക്കണം. മറ്റുള്ളവരുടെ അടുത്തല്ല കൊടുക്കേണ്ടത്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിനക്കുള്ളത് നീ ആയിരിക്കുന്ന അവസ്ഥ എടുത്തിട്ട് ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കരങ്ങൾ കൂട്ടിപ്പിടിക്കുമ്പോഴും, നീ ഒരു രൂപത്തിന് മുമ്പ് മെഴുകുതിരികൾ കത്തിക്കുമ്പോഴും, നേർച്ചയിടുമ്പോഴും, കുമ്പസാരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടാവണം. നിൻ്റെ ജീവിതത്തെ മുഴുവൻ ചേർത്ത് വെച്ചിട്ട് കൊടുത്താൽ അവിടെ പിന്നീട് ഒരിക്കലും അന്ധകാരമുണ്ടാവില്ല, അവിടെ പ്രകാശം നിറഞ്ഞു വരും. അല്ലെങ്കിൽ ആ ഫരിസേയനെ പോലെ നാം ആയിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് യേശു ഇറങ്ങിപ്പോകും. അവൾ അവനെ ഏറെ സ്നേഹിച്ചപ്പോൾ അവളെ കുറ്റം പറയുന്ന ജനസമക്ഷം ഈശോ പറഞ്ഞു, ഇവൾ എൻ്റേതാണ് എന്ന്. ഈശോ അവളെ പ്രശംസിച്ച് പറയുകയാ. എൻ്റെ സ്വന്തം എന്ന പോലെ ഈശോ അവളോട് സംസാരിക്കുകയാണ്. അവൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, എൻ്റെ സ്വന്തമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ പാപനിക്ക് കൊടുത്ത വലിയ പാപക്ഷമ നമ്മുടെ കുമ്പസാരത്തിൽ നമുക്കും ഉണ്ടാവണം. ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് കഴിഞ്ഞ കാലത്തെ ജീവിതം നോക്കിയിട്ടല്ല. ഒരു കുമ്പസാരക്കുട്ടിൽ നീ പോയി നിൽക്കുമ്പോൾ നിൻ്റെ ആ സമയത്തെ അനുതാപത്തിൻ്റെ കണ്ണുനീരിൽ ഈശോ നിനക്ക് പാപക്ഷമ തരും. നിൻ്റെ ജീവിതത്തിൽ ഈശോയോട് നീ ഏറ്റുപറയുന്ന നിൻ്റെ മനസ്സിൻ്റെ ഭാവം, പ്രാണൻ ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ, പ്രാണൻ ചേർത്ത് വെച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോ നിന്നോട് ക്ഷമിക്കും. ആ ഒരു തിരിച്ചറിവ് ഈശോയുടെ മുമ്പിൽ നമുക്കുണ്ടാവണം. മറ്റുള്ളവർ ഈശോയെ നോക്കുന്നത് പോലെ തന്നെ നമുക്കും ഈശോയെ നോക്കുവാനായിട്ട് പറ്റണം. യേശുവിൻ്റെ തലോടിൽ കടന്നു വരുന്ന വലിയ വാതിലല്ലേ ഈ കുമ്പസാരം. 2 വ്യത്യസ്ത സമീപനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ വചനഭാഗത്തിൽ. ഫരിസേയൻ്റെ മനോഭാവം എന്ന് പറയുക, അയാൾ കാണുന്നു, അയാൾ അവിടെ കാണുകയാണ്. ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചു, സ്ത്രീ കടന്നു വന്ന സ്ത്രീയെ അദ്ദേഹം കണ്ടു. എന്നിട്ടോ അവളെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നു, വിധി പ്രസ്താവിക്കുന്നു. എന്നാൽ പാപിനിയായ സ്ത്രീ കരഞ്ഞു വന്നിട്ട് മറ്റുള്ളവർക്ക് എന്ത് തോന്നും, മറ്റുള്ളവർക്ക് തോന്നി അവൾക്ക് ഭ്രാന്താന്ന് ചിലപ്പോൾ തോന്നിക്കാണും, മറ്റു പലതും അവളെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞു. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ തൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ സർവവും സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ പാപിനിയായ സ്ത്രീയുടെ ഒരു മനോഭാവം, ഈ മനോഭാവമായിരിക്കണം ഈശോയുടെ സന്നിധിയിൽ അനുചന്തന കുദാശയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവേണ്ടത്. അവിടെയാണ് ഈശോയുടെ കാരുണ്യത്തിൻ്റെ തലോടിൽ നമുക്കുണ്ടാവുക. ഈശോയുടെ കൃപയുടെ കാരുണ്യത്തിൻ്റെ കടൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക. പാപക്ഷമയിൽ ജീവിതത്തെ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഈശോ പറയും, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ എൻ്റേതാ, ഇനി ഒരിക്കലും പാപം ചെയ്യരുതെന്ന്
ആ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കുമ്പസാര വേളയ്ക്കിൽ ഞാൻ അണയുമ്പോൾ എൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാൻ ന്യായീകരണമില്ലാതെ എൻ്റെ പ്രാണൻ ചേർത്ത് വെച്ച് വലിയ അനുതാപത്തോടെ അങ്ങയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വലിയ ഒരനുഭവം എനിക്ക് തരണം ഈശോയെ. കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം, പാപക്ഷമ സ്വന്തമാക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുമ്പസാരം നടത്താത്ത അനേകം മക്കളുണ്ടാവും. അവരെ എല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങ് തരുന്ന വലിയ കരുണയുടെ കടാശം സ്വന്തമാക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ആത്മാർത്ഥമായി അനുതാപത്തോടെ കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറയാനുള്ള വലിയ കൃപ നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സ്തുതിയും ആരാധനയും മഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.